നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ തൻ്റെ പുതിയ ഇൻ്റർവ്യൂവിൽ, പോഡ്പാക്ക് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട് താൻ ഫേമസ് ആണ്, താൻ പ്രസിദ്ധനായി കഴിഞ്ഞു എന്നാദ്യമായിട്ട് തിരിച്ചറിഞ്ഞ നിമിഷം ഏതാണ് എന്ന്. കുഞ്ഞുനാളിലെ ബ്രസീലിൽ ഗോളടിച്ച് കൂട്ടി എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച താരമാണല്ലോ നെയ്മർ. സോ ചെറിയ പ്രായത്തിൽ താൻ പ്രസിദ്ധനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് നെയ്മർ പറയുന്നത് എങ്ങനെയാണ്: എനിക്ക് മനസ്സിലായി ഞാൻ റിയലി ഫേമസ് ആണ് എന്ന്. ഞാനൊരു മാളിലേക്ക് ഐപോഡ് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഒരു ബോയ് വന്നപ്പോൾ അയാളോടൊപ്പം ഫോട്ടോ എടുക്കാൻ നിന്നു. പിന്നെ ഒരു ഗേള് വന്നു. ആ കുട്ടിക്കൊപ്പവും ഞാൻ ഫോട്ടോ എടുത്തു. ദെൻ ഞാൻ ആ സ്റ്റോറിനുള്ളിലേക്ക് പോയി. എനിക്ക് ഐപോഡ് വാങ്ങാൻ വേണ്ടി സ്റ്റോറിനുള്ളിലേക്ക് പോയി. അവിടെ ഞാൻ കുറച്ച് സമയം ചിലവഴിച്ചു. സാധനം വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം ചിലവഴിച്ചു. ദെൻ ഞാൻ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നിറയെ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് എന്നെ കാണാൻ വേണ്ടി. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആ സ്റ്റോറുകാർ അവരുടെ ഡോറ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്നെ മറ്റൊരു ഭാഗത്തൂടെയുള്ള പുറകിലൂടെയുള്ള ഡോറിലൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി അവർ സൗകര്യമൊരുക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് ഒറ്റക്കാണ് ആ മാളിൽ എത്തിയിരുന്നതും. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ശരിക്കും ഫേമസ് ആയി കഴിഞ്ഞു എന്നുള്ളത്. വല്ലാത്തൊരു അനുഭവമായിരിക്കും അത്. ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്നു. ആ സാധനം വാങ്ങുന്നവരെ പ്രശ്നമൊന്നുമില്ല. വാങ്ങി തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ നമ്മളെ കാണാൻ വേണ്ടി അവിടെ നിറയെ ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്, ചെറിയ പ്രായത്തിലായി അനുഭവം ഉണ്ടാകുന്നത്. ഏതായാലും നെയ്മർ അന്ന് തിരിച്ചറിഞ്ഞു ഞാൻ ഫേമസ് ആണ് എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.